നിങ്ങൾ പെയിൻഫുൾ കണ്ടീഷനിലാണെങ്കിൽ നിങ്ങളിത് ഒരിക്കലും ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ആസ് എ യോഗ തെറാപ്പിസ്റ്റാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മുടെ സ്പൈൻ ഒരിക്കലും ഹെൽത്തി ആയിരിക്കില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു യോഗ ഫോർ ലോ ബാക്ക് പെയിൻ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ എല്ലാവർക്കും യോഗ മാറ്റ് എടുത്ത് നമ്മളൊപ്പം തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ച്വലി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സർജറി ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊലാപ്സ് വന്നിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓടിച്ചാടി വന്നത് ചെയ്യരുത്. നമ്മളൊരു കറക്റ്റായിട്ടുള്ള എക്സ്പേർട്ട് ഗൈഡൻസിന് നമ്മൾ ഡോക്ടറായിട്ട് കൺസൾട്ടേഷൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ നമ്മൾ യൂട്യൂബിൽ വരുന്നൊരു വീഡിയോ നോക്കി ചെയ്യാൻ പാടുള്ളൂ. ആസ് എ യോഗ തെറാപ്പിസ്റ്റാണ് ഞാനിത് പറയുന്നത്. കാരണം എപ്പോഴും ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞിട്ട് മാത്രമേ എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളൂ. കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, അതുപോലെ നമുക്ക് ഒത്തിരി വയസ്സായിട്ട് നിങ്ങൾക്ക് ഒരു മേ ബി 70 years എബോവ് ആയിട്ടുള്ളവർ, ചിലപ്പോൾ ചെറുപ്പക്കാരെക്കാളും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോലിയോസിസ് ഉണ്ട്, അല്ലെങ്കിൽ സയാറ്റിക്ക ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പെയിൻഫുൾ കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾ ഇതൊരിക്കലും ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിലുള്ള, അതായത് നിങ്ങൾ IT ഫീൽഡിലുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാക്ക് പെയിൻ കൺട്രോൾഡ് ആണ്, ഇനി നിങ്ങൾക്കൊന്ന് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ വീഡിയോ ചെയ്യുക. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇനി അധികം താമസിയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാലോ, എന്ത് കാര്യവും നമുക്കൊരു സൂക്ഷ്മ വ്യായാമം ഇല്ലാതെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് എങ്ങനെ വേണമെങ്കിലും കൈവയ്ക്കാം. അതിനുശേഷം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓഫ് യുവർ ഹെഡ്. ശേഷം സൈഡിലേക്ക് 3 തവണയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എപ്പോഴും ഏത് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാം അവർ മുഴുവനിട്ട് തല റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആക്ച്വലി നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ജെല്ല് പോലത്തെ ഒരു സാധനം, അത് ശരിക്കും പുറത്തേക്ക് ഇതായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെപ്പോഴും സെമി സർക്കിൾസിലാണ് നമ്മളിത് ചെയ്യാൻ പാടില്ല. അതേപോലെയാണ് തിരിച്ചു, റൈറ്റ് ലെഫ്റ്റിൻ്റെ എക്സ്ട്രീം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഇങ്ങോട്ടും അതുപോലെ തിരിച്ചിങ്ങോട്ടും നമ്മളുടെ ഈ ഒരു ബാക്കിൻ്റെ നെക്കിൻ്റെ ഭാഗം ക്രഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരാനായിട്ട് ശ്രമിക്കും. അത് 3 തവണ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ബാക്ക് ഇതായിട്ടാണല്ലോ, ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയും. അപ്പം അത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ബാക്കിനുള്ള വാമപ്പ് കൂടുതൽ ചെയ്യും. അപ്പം നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് കറക്റ്റ് നമ്മളുടെ ബാക്കിലേക്ക് കൊടുത്ത് നമ്മൾ സ്പൈനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ മറ്റേ കൈ, ഇടത് കൈ വലത് മുട്ടിലേക്ക്, അല്ലെങ്കിൽ വലത് കൈ ഇടത് മുട്ടിലേക്ക് കൊടുത്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് ഇരിക്കുക. അതേപോലെ തന്നെ എക്സേൽ റിലീസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അടുത്ത one more time and to the other side. ഇതിനകത്ത് അധികം ശ്വാസഗതിയിൽ അത്ര നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നോർമലായിട്ട് എന്താണോ ശരീരം നമ്മളോട് പറയുന്നത് അതങ്ങ് ശ്വാസം എടുത്തും വിട്ടും പോവുക. അതേപോലെ തന്നെ വേറൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇതാണ് ഇതിൻ്റെ ഈ വീഡിയോയുടെ മെയിൻ ഇൻട്രോ എന്ന് പറയുന്നത്. എപ്പോഴും വീക്ക് ഗ്ലൂട്ട്സ്, അതായത് നമ്മുടെ ബട്ടക്സ് വളരെ വീക്കാണെങ്കിൽ, ആ മസിൽ വീക്കാണെങ്കിൽ നമ്മുടെ സ്പൈൻ ഒരിക്കലും ഹെൽത്തി ആയിരിക്കില്ല. കാരണം വെച്ചാൽ നമ്മുടെ സ്പൈനിലേക്ക് എന്ത് പറ്റും, ലോഡ് കൂടും. അപ്പം നമുക്ക് ബാക്ക് പെയിൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്തനിങ് ഓഫ് ഗ്ലൂട്ട്സ് ആൻഡ് ഐസ്, അല്ലെങ്കിൽ അപ്പർ ബാക്ക് മസിൽസിനെ നമ്മൾ ഇത് ചെയ്യണം. ഇപ്പം ഇതൊരു ഇതാണ്, ഒരു സ്റ്റിക്കാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുറേ റിബൺ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ലൂസായി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിൻ്റെ അകത്തേക്ക് ബലം കൂടും അല്ലേ. അപ്പം ഞാനിവിടുന്ന് കുറേ റിബൺ പോലെ വലിച്ചു കെട്ടിയിരിക്കും. ഈ റിബൺ ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇത് സ്റ്റേൺ ആവും അല്ലേ. അതേസമയം റിബൺ എല്ലാം ലൂസായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പം എന്ത് പറ്റും, ഇതിനകത്തേക്ക് ലോഡ് കൂടി ഇതിൻ്റെ ഭാരം ഇങ്ങനെ. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പൈനിൻ്റെ സ്ട്രെങ്തൻ ചെയ്യാൻ കൂട്ടേണ്ടത് നമ്മുടെ മസിൽസിൻ്റെ
ദൃഢതയിലാണ്. അപ്പം വീക്ക് ഗ്ലൂട്ട്സ് ലീഡ് ടു ലോ ബാക്ക് പെയിൻ. അപ്പം നമുക്ക് നമ്മുടെ ബട്ടക്സും തൈസും അതുപോലെ ബാക്ക് മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സ് നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ ഇത് ചെയ്തു. ഇനി നമ്മൾ ഒരു റിസ്റ്റൊക്കെ ഒന്ന് വാമപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഫിംഗേഴ്സ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് കയറാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് 4 leg പൊസിഷൻ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഈ 4 leg പൊസിഷനിലെ ക്യാറ്റ് ആൻഡ് ക്യാമൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇത് നിന്നതിന് ശേഷം നമ്മളുടെ കാലുകളൊന്ന് കറക്റ്റായിട്ട് അകത്തി വെക്കുക. ഈ സ്പൈൻ ഒന്ന് ഒടിച്ചിടുക. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ടക്കിങ് യുവർ ടമ്മി, എന്നിട്ട് ഏറ്റവും മാക്സിമം ഒരു ബാക്ക് ക്യാമലിൻ്റെ ഒരു ബാക്ക് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് പൊങ്ങുക. എന്നിട്ട് ഈ നമ്മുടെ വയറിൻ്റെ ആ ഭാഗം നന്നായിട്ട് ടൈറ്റൻ ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇൻഹേൽ ആൻഡ് ലുക്ക് അപ്പ്, എക്സേൽ ആൻഡ് ഗോ അപ്പ്. ഇനി അത് പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ലെങ്തൻ ചെയ്ത് ഇൻഹേൽ, exhale out, inhale and exhale. ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു കൈയൊക്കെ ഒന്ന് മടക്കി വച്ചിട്ട് നമുക്കിത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതായിരിക്കും. അതായത് കുറച്ചും കൂടെ നമ്മുടെ അപ്പർ ബാക്കിലേക്കുള്ള സ്ട്രെസ് കുറയും. അതായത് നമ്മൾ ഇത് നോക്കും, ഇത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ കൈയില്ലേ ഇതൊന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി കണ്ടോ ആ അപ്പർ ബാക്കിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇത് വരുന്നുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ചെയ്യുക. അതുപോലെ തന്നെ ടക്കിൻ, അത് കഴിഞ്ഞിട്ട് എക്സേൽ, അങ്ങനെ ഇൻഹേൽ എക്സേൽ ഇപ്പോൾ നോക്കണ്ട, ജസ്റ്റ് വളരെ ആ ഒരു പർട്ടിക്കുലർ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ബെൻഡ് ടു എൽബോസ്. ഇതെനിക്ക് ആ ഒരു അപ്പർ ബാക്കിൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി മാത്രം ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ക്യാറ്റ് ആൻഡ് ക്യാമൽ അല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുമില്ല. കാരണം നമുക്ക് യോഗയിൽ ഒത്തിരി സബ് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ആദ്യം തന്നെ നമ്മുടെ സ്പൈനെ ഡീസ്ട്രെസ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമന്ന് കിടന്നിട്ടുള്ളതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്പൈൻ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. അപ്പം കമന്ന് കിടന്നിട്ട് ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈയും കാലും നമ്മളിങ്ങനെ ലെങ്തൻ ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ ഇൻഹേൽ, എക്സേൽ. അപ്പം നമ്മൾ മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളെയും അതായത് വയറിൽ ബാലൻസ് ചെയ്ത് ഇത് സ്ട്രൈറ്റ് ആണ്. മിക്കവരും എന്താ ചെയ്യുന്നറിയാമോ, ഈ കാലിങ്ങനെ ഫ്ലെക്സ് ചെയ്തിട്ട് ചെയ്യും. അപ്പം നമുക്ക് ഒരിക്കലും അവർ 10-15 പ്രാവശ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ബാലൻസ് ഓൺ യുവർ സ്റ്റൊമക്ക്, ഇൻഹേൽ, ടേക്ക് യുവർ ലെഗ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, എക്സേൽ ആൻഡ് കം ഡൗൺ. അപ്പം ഇപ്പം എന്താ സംഭവിച്ചത്, ഇവിടെയും ഈ 2 സ്പൈൻ മസിൽസിനും ഗ്ലൂട്ട്സിനും ആ ഒരു കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻഹേൽ വൺസ് അഗൈൻ, ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ ഡൗൺ. One more time to go. Inhale, exhale and relax. ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരക്ക് പിടിച്ച് നമ്മൾ അടുത്തേക്ക് പോരുത്. ഇത് ഈ മകരാസന എന്ന് പറയുന്ന ഈ പൊസിഷനിൽ ഒന്ന് റിലാക്സ് ചെയ്യാം. കാലുകൾ അകത്തി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഹേൽ കണ്ടോ, ബാലൻസ് ഓൺ യുവർ സ്റ്റൊമക്ക്. കുറച്ച് നേരം നമുക്കിവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ എക്സേൽ ചെയ്തുകൊണ്ട് നമ്മളവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനം വേണം നമ്മൾ തിരിച്ചു വന്ന് പിന്നെ നമ്മൾ കാലുകളൊക്കെ നന്നായിട്ട് അകറ്റി ഇങ്ങനെ ഒന്ന് റെസ്റ്റിൽ കിടക്കും. ഇനി പോകാവുന്ന ഒരു ശലഭാസന എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. നമ്മൾ മേക്ക് എ ഫിസ്റ്റ് ഓഫ് യുവർ ഹാൻഡ്, കീപ് ഇറ്റ് അണ്ടർ യുവർ തൈസ്, chin down to the floor, legs together. Inhale, take it up and exhale and come down. Inhale and exhale. ഞാനൊന്ന് നോക്കട്ടെ, ജസ്റ്റ് യെസ്, വെരി ഗുഡ്, ആൻഡ് എക്സേൽ.
ഓക്കെ, ഇത് നമുക്ക് ഒരു ബ്ലോക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തലേണയൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഒന്ന് റേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം ഞാൻ ഒന്ന്. കണ്ടോ, അപ്പോൾ നന്നായിട്ട് ഇവിടെ കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്. എക്സേൽ ആൻഡ് കം ഡൗൺ ആൻഡ് റിലാക്സ്. ഓക്കെ, ഇതൊരു സെറ്റ് ഓഫ് എക്സസൈസ് ആണ്. അതിനുശേഷം നമുക്ക് മലന്ന് കിടന്നോളൂ. മലന്ന് കിടന്ന് ഈ ഒരു പൊസിഷൻ, ബെൻഡ് അറ്റ് യുവർ നീസ്, ഇങ്ങനെ തന്നെ ഈ ഒരു പൊസിഷനിൽ നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് നമ്മളുടെ കൈകൾ വയറിലേക്കൊക്കെ ഒന്ന് വെച്ച് നമ്മൾ സീലിങ്ങിലേക്കൊക്കെ ഒന്ന് നോക്കി നമ്മളുടെ ബോഡിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. സ്പൈൻ നമ്മുടെ കറക്റ്റായിട്ടാണോ നമ്മൾ കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. നമ്മുടെ ഈ ഒരു അരക്കെട്ടിനെ കുറച്ചും കൂടി ഒന്ന് ഗ്രൗണ്ടഡ് ആക്കുക. ജസ്റ്റ് ബി ടു ദ ഗ്രൗണ്ട്. കാരണം മിക്കവരും എന്ന് വെച്ചാൽ ഈ ടെൻഷൻ കാരണം അവരറിയാതെ ഇങ്ങനെ കുറച്ച് കോൺട്രാക്ട് ചെയ്യും. അപ്പം അതിനെയൊക്കെ ഒന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമ്മുടെ ഗ്ലൂട്ട് മസിൽസിനെയും അതുപോലെ ടെയിൽ ബോൺ അവിടെയൊക്കെ, അതായത് ടെയിൽ ബോൺ എന്ന് പറയുന്നത് ഏറ്റവും അറ്റത്തുള്ള ബോൺ, അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ വളരെ സമാധാനമായിട്ട് കിടക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മാക്സിമം നമ്മളുടെ ഈ കൈ ഈ ഹീൽസിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് വരാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലവർ എപ്പോഴും ബ്രിഡ്ജ് പോസ് ചെയ്യുന്നത്, സേതുബന്ധാസന ചെയ്യണത് ഇങ്ങനെയായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ഒരു കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിരലുകൾ കാലിൽ മുട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം വളരെ സാവധാനം, ഇപ്പം അടുപ്പിച്ചല്ല ഇത് വെക്കേണ്ടത്. ഇവിടെ നമ്മൾ അകത്തി നമ്മുടെ അരക്കെട്ടിൻ്റെ അതേ ഡിസ്റ്റൻസ് ആയിരിക്കണം നമ്മുടെ ഈ കാലുകൾക്കുള്ളത്. അപ്പം ഈ കാല് പിടിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും. അതിനുശേഷം വളരെ സാവധാനം നമ്മളുടെ ഹിപ്പ് റേസ് ചെയ്യുക. ഇപ്പം റേസ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഒരു യോഗ പൊസിഷനേ ആവുന്നുള്ളൂ. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്ത് കോൺട്രാക്ട് യുവർ ഗ്ലൂട്ട്സ്. ഇവിടെ നന്നായിട്ട് നമ്മൾ കോൺട്രാക്ട് ചെയ്യുക. അതിനുശേഷം 5, 4, 3, 2 and 1. എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത്? ആദ്യം ചെസ്റ്റ് ഡൗൺ, സ്റ്റൊമക്ക് ഡൗൺ, ഹിപ്പ് ഡൗൺ ആൻഡ് ടെയിൽ ബോൺ ഡൗൺ. അങ്ങനെ വേണം അത് റിലീസ് ചെയ്യാനായിട്ട്. സോ വൺസ് അഗെയിൻ take it up slowly. Inhale, contract your glutes. Exhale, chest down, stomach down, hip down and tailbone down. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ സ്പൈനിനെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ അതിൻ്റെ ആ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചുമ്മാ എന്താ വെച്ചാൽ ഇങ്ങനെ എടുത്തു അപ്പം തന്നെ ഇട്ടു. ഇതിനകത്ത് എന്താ കാര്യം? നമ്മളിങ്ങനെ കുറേ 50 പ്രാവശ്യം ചെയ്തിട്ട് കാര്യമാണ്? ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ടും വെടുപ്പായിട്ടും നമ്മളൊരു 3 തവണ ചെയ്താൽ എന്ത് പറ്റും? ആ സ്പൈനും ഹാപ്പിയാവും, നമ്മൾ ഹാപ്പിയാവും, അല്ലേ? സോ വൺസ് അഗെയിൻ റിപ്പീറ്റഡ്. ഇൻഹേൽ, കോൺട്രാക്ട് യുവർ ഗ്ലൂട്ട്സ്, ദെൻ 5. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം ഞാൻ 5 ആണ് പറഞ്ഞുള്ളൂ. പക്ഷെ ക്രമേണ നമുക്ക് എന്ത് ചെയ്യാം? 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. ആൻഡ് ദെൻ സ്ലോലി ചെസ്റ്റ് ഡൗൺ. ഇനി കുറച്ചും കൂടെ സെറ്റിലായിട്ട്. അപ്പം ഞാനിപ്പോൾ 5, 4, 3, 2 and 1. കണ്ടോ? ദ മോർ യു സ്ലോ മോർ യു ബിക്കം പ്രിസൈസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ 5 തവണ ഞാൻ പറഞ്ഞു. ഇനി 10 പറയുന്നതിൻ്റെ ഉള്ളിൽ താഴത്ത് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബോഡി കൺട്രോൾ ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് റേസ് ചെയ്യാം, കോൺട്രാക്ട് ചെയ്യാം, എന്നിട്ട് 10, 9, റിലാക്സ് ചെയ്യുവാണേ, 8, 7, 6, 5, 4, 3, 2, 1 and 0. നല്ല ഭംഗിയായിട്ട് ചെയ്തു അല്ലേ? അപ്പം അതിൻ്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാവും. അപ്പം എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ആ സ്പൈനിനെ കശേരുക്കളെ ഇങ്ങനെ 1 by 1 ആയിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് വി ഫീൽ സോ ഗുഡ്. അപ്പം അതുപോലെ ആ സ്പൈനിന് എന്തൊരു റിലാക്സേഷൻ ആണെന്നറിയോ? കാരണം ഇത്രയും നേരം ഭയങ്കര ടൈറ്റായിട്ടിരുന്നൊരു സാധനം നമ്മൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു എയർ സർക്കുലേഷനാണ് അവിടെ കിട്ടുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഗ്ലൂട്ട് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു എക്സസൈസ് ഏതാണെന്ന് വെച്ചാൽ സേതുബന്ധാസന വിത്ത് പെൽവിക് എൻഗേജ്മെൻറ്റ് ആൻഡ് ഗ്ലൂട്ട് കോൺട്രാക്ഷൻ. അങ്ങനെ ചെയ്യണം. അല്ലാതെ ചുമ്മാ ചെയ്തു ഹയർ ഒരു പൊസിഷനിലെത്തി അഡ്വാൻസ് ഞാൻ ചെയ്തു അടിപൊളി, അങ്ങനെയല്ല. ഹൗ യു മേക്ക് ക്വാളിറ്റി ടു എ പോസ്ചർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഞാൻ വളരെ കുറച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ലംബാർ ട്വിസ്റ്റ്.
ഇങ്ങനെ കൈ അകത്തി നമ്മൾ ഈ കാലുകൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ട്വിസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്ലോലി ടേക്ക് ഇറ്റ് അപ്പ്. എന്നിട്ട് എങ്ങനെയാണ് ഒരു തുണി പിഴിയുന്നത്? സോ ഞാൻ ലെഫ്റ്റിലേക്ക് പ്രമദയുടെ ഇടുമ്പോൾ പ്രമദ സ്ലോലി യു ഷുഡ് ലുക്ക് ടു ദ റൈറ്റ് ആൻഡ് ട്വിസ്റ്റ്. ഹൗ നൈസ് അല്ലേ? അപ്പൊ അതേപോലെ തന്നെ സ്ലോലി ടേക്ക് ഇറ്റ് അപ്പ്, വളരെ സാവധാനം, ആൻഡ് ദ സെയിം ടൈം യു ലുക്ക് ടു ദ ഓപ്പോസിറ്റ്. അതാണ് ലംബാർ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കുറച്ചും കൂടി ഫൈനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി റിലാക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ കിടക്കണല്ലോ. സോ ഏറ്റവും പതുക്കെ നമ്മൾ ആൻഡ് inhale and then exhale. അങ്ങനെ ആയിരിക്കണം നമ്മൾ ആ സ്ട്രെച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എത്ര സ്ലോ, ഇനി വേറൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തിട്ട് ഈ കൈയിനെ, അതായത് എൻ്റെ ഇടത് കൈ വെച്ച് വലത് കാലിനെ ഞാൻ ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, സോ യു ക്യാൻ ബ്ലോക്ക് ഇറ്റ്. എന്നിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തു, ബ്ലോക്ക് ഇറ്റ് ആൻഡ് റിലാക്സ്. ഭയങ്കര സുഖമാണ് നമുക്കിവിടെ, നല്ലൊരു സ്ട്രെച്ചാണ് കിട്ടുന്നത്. ആൻഡ് സ്ലോലി ടേക്ക് ഇറ്റ് അപ്പ് ആൻഡ് ബ്ലോക്ക് ഇറ്റ്. അപ്പം ടക്ക് ആൻഡ് ടക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തുണി പിഴിയുന്നുള്ളേ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ആക്ഷനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ ഇടയ്ക്കിടയ്ക്കുള്ള എല്ലാ സ്പൈൻ ടെൻഷൻസും നമുക്ക് അവിടെ പോകും. അതിനുശേഷം നമ്മൾ ഓപ്പൺ ലെഗ് പൊസിഷൻ, ഫീറ്റ് ടു ഫീറ്റ് പൊസിഷൻ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ തൈ മസിൽസിനെ മാക്സിമം ഓപ്പൺ ആക്കി നമ്മുടെ കൈ ഒന്ന് ബാക്കിൽ റിലാക്സ് ആക്കി സീലിങ്ങിലേക്ക് നോക്കി ജസ്റ്റ് ഇങ്ങനെ കിടക്കുക. അതിനുശേഷം പതുക്കെ കാലുകൾ കൂട്ടി യോജിപ്പിച്ച് just hug your knees to the chest and then crush your spine muscles. അങ്ങനെ പതുക്കെ ഒന്ന് സ്വിങ് ചെയ്ത് നമ്മുടെ സ്പൈൻ മസിൽസിനെല്ലാം ഒരു മസാജ് കൊടുക്കുക. And then slowly keep it down and keep your hands on your stomach. കുറച്ചു നേരം പതുക്കെ ശവാസനത്തിലേക്ക് റിലാക്സ് ചെയ്യുക. നമ്മളുടെ ബോഡി വൺ ബൈ വൺ എല്ലാ ബോഡി പാർട്സിനെയും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ജസ്റ്റ് റിലാക്സ് യുവർ ഫീറ്റ്, റിലാക്സ് യുവർ calf muscles, relax your knees, relax your thigh muscles, relax your hip, tailbone, relax your stomach, relax your back, spine, middle back, upper back, relax your chest, relax your neck, relax your hands and fingers, drop it down, relax your facial muscles, relax your head, eyes, nose, lips, relax from head to toes, all the body parts. Inhale, ഈ രീതിയിലാണ് ഞാനിപ്പോൾ എൻ്റെ ക്ലയൻറ്റിനെ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ റിലാക്സ് ചെയ്ത് വളരെ സാവധാനം ഒരു 5 മിനിറ്റിന് ശേഷം അവർക്ക് എഴുന്നേറ്റ് വരാം. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ഡു ഇറ്റ് ഇൻ ദ റൈറ്റ് പ്രോപ്പർ മാനർ എന്ന് പറയും. അതായത് യോഗയിൽ അതിൻ്റെ സൂക്ഷ്മ വ്യായാമങ്ങളും ആവശ്യമാണ്. അതിൻ്റെ നടുക്കെന്ന് പറയുന്ന കോർ എന്ന് പറയുന്നത് നമ്മുടെ കോർ സ്ട്രെങ്തനിങ് ആണെങ്കിൽ അത് നമുക്കത് 5 തൊട്ട് 10 തവണ വരെ റിപ്പീറ്റഡ് ആയിട്ട് ഓൾ ഓഫ് എ സഡൻ 25 ടൈംസ് 50 തവണയും ഒരു എക്സസൈസ്, ഈ ലോകത്തുള്ള ഒരു എക്സസൈസും അങ്ങനെ ഓൾ ഓഫ് എ സഡൻ നമുക്ക് ചെയ്യാൻ പാടില്ല. എപ്പോഴും സ്റ്റാർട്ട് വിത്ത് മിനിമൽ കൗണ്ട് ആൻഡ് ദെൻ സ്ലോലി ഇൻക്രീസ് ഇറ്റ് ആസ് യു ഇൻക്രീസ് യുവർ കപ്പാസിറ്റി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിലാക്സേഷനിൽ വളരെ ജെന്റിലായിട്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ സ്നേഹിക്കുകയാണ് വേണ്ടത്, അതിനെ പണിഷ് ചെയ്യുകയല്ല വേണ്ടത്. ആ രീതിയിൽ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ എഴുന്നേറ്റ് വരിക. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ബാക്കിനെ നമ്മൾ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഡെയിലി.